പറശ്ശിനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് പുതിയാപ്പയിലാണ്. പുതിയാപ്പ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ലൈറ്റ് ഷോവും ഉത്സവ പരിപാടികളൊക്കെ കാണാനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ഡിസംബർ 19 മുതൽ 27 വരെയാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് 25-ാം തീയതി സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കാട്ടോ. ഇവിടെ ബീച്ചിലൊക്കെ വന്ന ആളുകളൊക്കെ ഈ ലൈറ്റിൻ്റെ ഷോ കാണാനായിട്ടും ഉത്സവ പരിപാടികൾ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളാണ് ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കാണ്. ഈ ഒരു ലൈറ്റ് ഷോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകമെമ്പാടും ഈ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു പ്രശസ്തി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടേക്ക് ഈ ഒരു ലൈറ്റ് ഷോ കാണാനായിട്ട് എത്തുന്നത്. കിലോമീറ്ററോളമാണ് നമ്മുടെ ഈ റോഡിന് മുകളിലൂടെ ഈ ഒരു ലൈറ്റ് ഷോ ഇവിടെ നീണ്ടു കിടക്കുന്നത്. ഇപ്പം നമ്മളിതാ വന്ന് ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലം കഴിഞ്ഞും കുറച്ച് ദൂരം ഈ ഒരു ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം നമ്മൾ ഏതായാലും ആ അറ്റം വരെ നമുക്ക് പോയിട്ട് വരാം. കുറച്ച് തിരക്കുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ലൈറ്റ് ഷോ മുഴുവനായിട്ട് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. എല്ലാ വർഷവും ഇവിടുത്തെ ഉത്സവത്തിന് ഇതുപോലെ ലൈറ്റ് ഷോ നടക്കാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇവിടുത്തെ അരയ സമാജമാണ് ഈ ഒരു ഉത്സവം നടത്തി വരുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് ഷോ ആണ്. ലൈറ്റ് ഷോൻ്റെ ഏകദേശം അവസാനം നമ്മൾ എത്താനായി തുടങ്ങി. ഇതിനെ നമ്മൾ സ്പീഡാക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ലൈറ്റ് ഷോ കഴിഞ്ഞ ഉടനെ പിന്നെ ഓരോ വീടുകൾക്ക് മുമ്പിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുവഴി വരുന്ന സമയത്തും നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ അമ്പലത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അത്യാവശ്യം തിരക്കുകളാണ് കേട്ടോ. അമ്പലത്തിന് ഉള്ളിലൊക്കെ നല്ല സൗകര്യമുണ്ട്. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉള്ളോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്താണ് എത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് 200ഓളം കലാകാരന്മാർ, അതായത് കലാകാരന്മാർ എന്ന് പറഞ്ഞുകൂടാ, കുട്ടികളടക്കം അതുപോലെ സ്ത്രീകളടക്കമുള്ള 200ഓളം വാദ്യ കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന നമ്മുടെ പഞ്ചാരിമേളമാണ്. ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടെ ഇത് കാണാനായിട്ട് തടിച്ചുകൂടി നിൽക്കുന്നത്. എന്തായാലും ഒരു അത്യുഗ്രൻ പരിപാടി തന്നെ ആയിരുന്നു. ഇപ്പം പഞ്ചാരിമേളം സമാപിച്ചു. ഇവിടെ ക്ഷേത്രത്തിനകത്ത് തന്നെ ഈ കടപ്പുറത്തെ മണൽത്തരിയാണ് കേട്ടോ നിലത്തൊക്കെ ഉള്ളത്. ഒരുപാട് സൗകര്യമുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ ആയിട്ട് എന്തോ ഒരു ഫ്ലവർ കൊണ്ട് എന്തോ ഒരുക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് പുറത്തെ കാഴ്ചയിലേക്ക് പോവാം. ക്ഷേത്രത്തിന് നേരെ റോഡിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സ്റ്റേജുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. കുറേ അധികം ആളുകളൊക്കെ ഇവിടെ കുറേ ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു വശത്തേക്ക് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പോവാം. ഇപ്പോൾ സ്റ്റേജിൽ കലാകാരന്മാർ ഗാനമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത്രയും തിരക്കുള്ള ഒരു റോഡിൽ ഇവിടെ നിയന്ത്രിക്കാൻ ഒരു പോലീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മിറ്റിക്കാർ, ആ അരയ സമാജത്തിൻ്റെ ആ ഒരു കമ്മിറ്റിക്കാരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ അവരിവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൂരെ നിന്ന് നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു അവരെ ഒരുക്കിയിട്ടുള്ള ആ ഒരു എന്താ പറയുക മണ്ഡപം, ആ ഒരു സ്തൂപം നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് കളറുകളാണ് അതിൽ പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസുകളും അതുപോലെ ഐസ്ക്രീം ഇങ്ങനെ ഫുഡിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഇവിടെയൊക്കെ കുറേ ആളുകൾ ഇവിടെ തിരക്കാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇവിടെ സ്റ്റേജിൽ പറയുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള അരയന്മാർക്ക് മത്സ്യബന്ധനത്തിനിടെ കടലിൽ നിന്നും ഒരു ഭഗവതിയുടെ വിഗ്രഹം കിട്ടുകയും
ആ ഒരു വിഗ്രഹം അവർ ഇവിടുത്തെ ഒരു പഴയൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് വർഷം തോറും ഉത്സവവും കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ്. അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് ഈ ഒരു ഭഗവതി എന്ന് പറയുന്നത്. അവരുടെ മുമ്പോട്ടുള്ള വളർച്ചയിൽ അവരോടൊപ്പം തന്നെ അവരുടെ വലിയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഈ ഭഗവതി കുടികൊള്ളുന്നു. സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളോടുള്ള ഒരു പ്രശസ്തരായിട്ടുള്ള ഒത്തിരി ഗായകന്മാരാണ് ഇവിടെ ഗാനമേള ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡാഫോഡിൽസ് എന്ന ഒരു ടീമിൻ്റെ പരിപാടിയാണ്. എന്തായാലും 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. എന്നാലും ഒട്ടനവധി ആളുകൾ ഇവിടെ പരിപാടി കാണാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ 25-ാം തീയതിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 27-ാം തീയതി വരെ ഇവിടെ പരിപാടിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ കാണുമെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ കോഴിക്കോട് പുതിയാപ്പയിലേക്ക് പോകുന്നോളി. ഓക്കെ, ബൈ.